ഇന്ത്യയും ചൈനയും ഒന്നു ചേരുകയാണ്. ഷാങ്ഹായ് കോർപ്പറേഷനാണ് വേദി. അവിടെ വെച്ച് മോദിയോട് ഷി ജിൻപിങ് പറയുകയാണ്, വ്യാളിയും ആനയും ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് മുന്നേറണം എന്ന് പറയുന്നു. ചൈനയും ഇപ്പം ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉലച്ചിലൊക്കെ ഉണ്ടായ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഗാൽവനിലെ സംഘർഷത്തിന് ശേഷമുണ്ടായ പ്രശ്നങ്ങളും നമ്മൾ ഈ പറയുന്ന ആപ്പുകളടക്കം നിരോധിക്കുന്ന പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഇപ്പോൾ മാറുന്ന സാഹചര്യങ്ങളിൽ ഇന്ത്യയും ചൈനയും ഒന്നിക്കേണ്ടതിൻ്റെ അനിവാര്യത ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചൈനയെ കൊണ്ട് ഒരുപാട് ഉപയോഗവുമുണ്ട്. ഈ ഒരു സൗഹൃദം വളരെ കാലം മുന്നോട്ട് പോകാൻ ഉതകുന്നതാണോ? കാരണം ഈ പാകിസ്ഥാൻ ആയുധം കൊടുത്തതൊക്കെ ചൈനയാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടാവില്ലേ? അല്ല, ഈ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ സ്ഥായിയായിട്ടുള്ള സൗഹൃദമോ സ്ഥായിയായിട്ടുള്ള ശത്രുതയോ ഇല്ല. അത് പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. മുൻപ് സ്ഥായിയായ ശത്രുതയോടുകൂടി രണ്ട് ചേരിയായി ലോകം നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ലോകം രണ്ട് പവർ ബ്ലോക്കുകളാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത്. ഒന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു അമേരിക്കൻ ചേരിയും, മറ്റൊന്ന് സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന ഇന്ന് ലോകത്തില്ലാത്ത ആ സംഭവത്തിൻ്റെ നേതൃത്വത്തിൽ നിർവഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു കൂട്ടായ്മയുമാണ്. ഇത് രണ്ടും, അത് ഒന്ന് സോഷ്യലിസ്റ്റ് ചേരിയും മറ്റൊന്ന് മുതലാളിത്ത ചേരിയും എന്ന് പിന്നീട് വേറെ പേരിൽ അതറിയപ്പെട്ടിരുന്നു എന്നുള്ളത് ശരിയാണ്. ആ ചേരിയുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശത്രുതാപരമായിട്ടുള്ള സമീപനം തന്നെ എക്കാലത്തും പുലർത്താനായിട്ട് ആളുകൾ തയ്യാറായത്. അത് മാറി. ലോകത്തിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് മാറിയപ്പോൾ ആ കാഴ്ചപ്പാടിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്ന് ശത്രുവില്ല, മിത്രവുമില്ല. നമ്മൾ ഇന്നത്തെ കച്ചവടം എന്താണ്, അതിൽ നിങ്ങളെന്താ ചെയ്യണം, അത് മാത്രമാണ് നോക്കുന്നത്. അതാത് ദിനത്തിൻ്റെ കച്ചവടത്തെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന, എന്നുവെച്ചാൽ കച്ചവട താല്പര്യത്തിൽ ഊന്നിയ അന്താരാഷ്ട്ര നിലപാടുകളും അന്താരാഷ്ട്ര നയങ്ങളും രൂപപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ട്രംപ് എന്ന് പറഞ്ഞതിനിടയിൽ അമേരിക്കയുടെ നയതന്ത്ര ബന്ധങ്ങൾ മുഴുവനും തകർക്കുന്ന പുതിയ തരത്തിലേക്ക് രൂപപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമായിട്ട് മാറി. വളരെ വിപ്ലവകരമായിട്ടുള്ള ഡൈനാമിക്കായിട്ടുള്ള ചേഞ്ചാണ് ട്രംപിൽ യഥാർത്ഥത്തിലുള്ളത്. ട്രംപിനെ പക്ഷേ പൊതുവെ ആളുകൾ എങ്ങനെ വിലയിരുത്തുക വെച്ചാൽ കൊള്ളരുതാത്തവൻ, മണ്ടൻ, തെമ്മാടി എന്നുള്ള രീതിയിലൊക്കെ വിലയിരുത്തുന്ന ഒരു രീതിയുണ്ട് തന്നെ. പക്ഷെ അത് മാത്രം അല്ല, അത് ട്രംപ് അമേരിക്കയുടെ ഭരണാധികാരിയാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക എടുക്കുന്ന നടപടിക്രമങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെയും പ്രക്രിയകളുടെയും യഥാർത്ഥത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മാറ്റം ആവശ്യമാകുന്ന ഒരു ഘട്ടം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. അമേരിക്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ട്രംപാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ട്രംപ് ഈ അദ്ദേഹത്തിൻ്റെ സ്വന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു യുദ്ധവുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഈ ചുങ്കയുദ്ധം എന്ന് പറയും. ഒരു വളരെ വിദഗ്ധരായിട്ടുള്ള പല ആളുകളും ഈ ചുങ്കയുദ്ധം എന്ന് പറയുന്നത് ട്രംപിൻ്റെ വാട്ടർലൂ ആണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എനിക്കും ചില സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണോ കാര്യങ്ങൾ പോകുക എന്ന് ഇപ്പോൾ സംശയം നമുക്ക് തോന്നുന്നുണ്ട് താൻ. കാരണം ട്രംപിൻ്റെ നിലപാടിൽ നിന്ന് ട്രംപ് മാറുന്നില്ല. എല്ലാവരും കരുതുന്നത് ട്രംപ് 2 ദിവസം കഴിഞ്ഞ സമയത്ത് വളഞ്ഞുകൂടി പോകും എന്നാണ്. അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. വീണ്ടും വീണ്ടും ശക്തമായിട്ട് പലതും അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും എന്നുവരെ ട്രംപ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇന്ത്യക്കെതിരെ, ചൈനയ്ക്കെതിരെ, ബ്രസീലിനെതിരെ, റഷ്യക്കെതിരെ, ഇങ്ങനെ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കെതിരെ അമേരിക്ക തിരിയുമ്പോൾ അമേരിക്ക ആർക്കൊക്കെതിരായിട്ട് തിരിയുന്നുണ്ടോ അവർക്ക് കൂടി ഒരുമിച്ച് ചേരേണ്ട ഒരു ആവശ്യകത വരികയാണ് ചെയ്യുന്നത്. ഈ ആവശ്യകതയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഷാങ്ഹായ് സമ്മിറ്റ് എന്ന് പറയുന്ന ഈ ഉച്ചകോടിക്ക് പ്രാമുഖ്യവും പ്രാധാന്യവും ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. കാരണം അവിടെ നിരവധി വർഷങ്ങൾക്ക് ശേഷമാണ് ചൈനയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നത്. ആഫ്റ്റർ 7 years, 7 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. അങ്ങനെ 7 വർഷം കഴിഞ്ഞ് തങ്ങളുടെ അടുത്തെത്തുന്ന തങ്ങളുടെ പഴയകാല സുഹൃത്തായിട്ടുള്ള ഇന്ത്യയെ വളരെയധികം ആഹ്ലാദത്തോടും ആവേശത്തോടുകൂടിയാണ് ചൈന സ്വീകരിച്ചിരിക്കുന്നത്. നമുക്ക് പഴയ ബന്ധങ്ങളുടെ ഒരുപാട് നല്ല കഥകൾ പറയാനുണ്ടായിരുന്നു. പഞ്ചശീല തത്വങ്ങൾ, അതേപോലെ തന്നെ ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് പറയുന്നതായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, ഇതൊക്കെ പഴയ കാലത്ത് വളരെ രസകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ. ചൗവൻലായുടെ കാലത്ത്, മാവോ സേതുവിൻ്റെ കാലത്ത് ഒക്കെ നല്ല ബന്ധങ്ങൾ ഇന്ത്യയും അതുപോലെ ചൈനയും തമ്മിൽ ഉണ്ടാക്കിയിരുന്നു. അതേപോലെ തന്നെ മോശമായ അവസ്ഥയും അന്ന് തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ചൈന ഇന്ത്യ യുദ്ധം 1962 ആ യുദ്ധം എന്ന് പറയുന്നത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിൽ നെഹ്റുവിൻ്റെ തലക്കടിയേറ്റ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ സമ്മിശ്രമായ ഒരു ബന്ധമാണ് നമ്മളുടെ അയൽക്കാരായിട്ട് ഉണ്ടായിരുന്നത്. മടിച്ച് നിൽക്കുകയായിരുന്നു. ഇതാ ഇപ്പോൾ ആ മടിയെല്ലാം മാറി കെട്ടിപ്പിടിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് നരേന്ദ്രമോദി ചൈനയിലെത്തുമ്പോൾ അവിടെ ഷി ജിൻപിങ്
അദ്ദേഹത്തെ വളരെ ആവേശത്തോടെ ചുവന്ന പരവതാനെ വിരിച്ച് സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇത് ഇന്ത്യക്ക് ഗുണകരമായിട്ടുള്ള ഒരു ബന്ധം സൃഷ്ടിക്കുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ആ സാധ്യത കണ്ടുകൊണ്ടാണല്ലോ തല്ലുപിടുത്തവും ബഹളമൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടാക്കേണ്ട സൗഹൃദത്തെക്കുറിച്ച് അവർ ഒരു മുറിയിൽ നിന്ന് സംസാരിക്കാൻ തയ്യാറായത്. കാരണം നാളെ നമുക്ക് അമേരിക്കയെ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രത്തെ നേരിടേണ്ടി വരും. അങ്ങനെ നേരിടേണ്ടി വരുന്ന സമയത്ത് ഏറ്റവും നല്ലത് അടുത്തുള്ള അയൽക്കാർ തമ്മിലുള്ള നല്ല ബന്ധമാണ് എന്ന തിരിച്ചറിവും കൂടി ഇതിനകത്തുണ്ട്. മാത്രമല്ല ഇതിനൊപ്പം ചേരുന്നതാണ് വ്ളാദിമിർ പുടിൻ. ഇപ്പോൾ ഇവർ മൂന്നുപേരും കൂടി ചേരുന്ന സമയത്ത് പുതിയ കാലത്തിൻ്റെ ഒരു ട്രയംബറേറ്റായിട്ട് അവർ മാറിത്തീരും എന്നുള്ളതാണ്. ഈ എന്താണ് ത്രികക്ഷി സംഗമം ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ട് മാറിത്തീരാനുള്ള സാധ്യത കൂടിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ നമുക്ക് എല്ലാ കാലത്തേക്കും, അതായത് ഒരു ദീർഘകാലത്തേക്ക് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് കടക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട്. കാരണം നമുക്ക് നാച്ചുറൽ അലൈസ് ഉണ്ട് കുറച്ച്, അതായത് ഇപ്പോൾ ഓസ്ട്രേലിയ, ജപ്പാൻ, ഇസ്രായേൽ അതുപോലുള്ള ചില രാജ്യങ്ങളൊക്കെ നമ്മുടെ നാച്ചുറൽ, UAE ഇതൊക്കെ നമ്മുടെ ഒരു നാച്ചുറൽ അലയ്യ. നമുക്ക് പ്രശ്നമില്ലാത്ത ആൾക്കാർ, നേരിട്ട് അതിർത്തി പങ്കിടുന്നില്ല, മറ്റ് വ്യാപാരത്തിലോ മറ്റേതെങ്കിലും സൈനികപരമായ കാര്യങ്ങളിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇത്തരത്തിലൊരു പ്രശ്നവുമില്ല എന്നും നമ്മളുമായിട്ട് എല്ലാ കാലത്തും സൗഹൃദത്തിൽ പോകുന്നു കരുതിയ മറ്റൊരാളാണ് ട്രംപും അമേരിക്കയും. പക്ഷേ അത് ഒരു ശത്രുതയ്ക്ക് തുല്യമായിട്ടുള്ള, നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരാളായിട്ട് മാറുമ്പോൾ ഒരു വിധിവൈപരീത്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ മാഷെ? ഈ തൊട്ടടുത്ത് കിടക്കുന്ന അതിർത്തി പങ്കിടുന്ന ശത്രുവായിരുന്ന ആള് മിത്രമാവുകയും ദൂരെ ഉണ്ടായിരുന്ന മിത്രമായിരുന്ന ആള് ഇപ്പോൾ ശത്രുവാവുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ സാഹചര്യമാണ്. അതെ, അത് അങ്ങനെ സവിശേഷാത്മകമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടതാണ്. കാരണം ഞാൻ തന്നെ ഇതൊന്നും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ഒരാളല്ല. നമ്മൾ നിരന്തരമായിട്ട് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും പലപ്പോഴും അതിനെക്കുറിച്ച് പല അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും ചൈനയും ഇന്ത്യയും തമ്മിൽ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ബന്ധമുണ്ടാവും എന്ന് കരുതിയിരുന്നില്ല. കരുതാവുന്ന കണ്ടീഷനല്ല ഉണ്ടായിരുന്നു. കാരണം വളരെ ചൈനയുടെ ഒരുപാട് ആപ്പുകൾ നമ്മൾ നിരോധിച്ചു. പിന്നെ മാത്രമല്ല നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്ന ചില മാധ്യമപ്രവർത്തകർ, ഈ വയറിൻ്റെയൊക്കെ മാധ്യമപ്രവർത്തകർ, അവരൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ചൈനീസ് ചാരന്മാരാണ് എന്നുവരെ ഈ അടുത്ത കാലത്താണ് പറയപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും പ്രശ്നങ്ങളുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അത്രമാത്രം കടുത്ത ശത്രുതയാണ് ചൈനയോട് BJP ഗവൺമെൻറ് പ്രത്യേകിച്ച് അങ്ങനെ തന്നെ നമുക്ക് കണക്കാക്കാം പുലർത്തിയിരുന്നു. പക്ഷേ ആ BJP ഗവൺമെൻറ് തന്നെയാണ് ചൈനയുമായിട്ട് എന്ത് ചെയ്യുന്നത്, കൂടുതൽ സൗഹൃദം ആവശ്യമാണ് എന്ന് തീരുമാനിച്ച് സൗഹൃദത്തിലേക്ക് പോകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്, നമ്മൾ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ലോകം ഇതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഇന്ന് സംഭവിക്കുന്നതല്ല നാളെ പിന്തുടരുന്നു. ആ പിന്തുടർച്ചയല്ല വരുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് തീരുമാനങ്ങളിലേക്ക് അത് പോകുന്ന കാഴ്ച നമ്മൾ കാണും. ഒരു അന്താരാഷ്ട്ര ബന്ധം എന്ന് പറയുന്നത് ഓരോരോ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വികാസത്തിനും അനുസൃതമായിട്ടുള്ള രീതിയിലാണ് രൂപപ്പെട്ട് വരേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകാൻ തയ്യാറാവും. കാരണം ഇന്ത്യക്ക് ആവശ്യമാണ്, ഇന്ത്യയുടെ വളർച്ചയാണ് ആവശ്യം, ഇന്ത്യയുടെ ജനാധിപത്യപരമായിട്ടുള്ള മുന്നേറ്റത്തിന് ആവശ്യമായിട്ടുള്ള സൗഹൃദം കൂടിയാണത് എന്നൊക്കെ ഉള്ള തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പുറത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തായിരുന്നായിട്ടുള്ള അമേരിക്ക എന്താ ചെയ്ത്, ഒരു കാലത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളും അവരും തമ്മിൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവർ ചെയ്തത് അവിടുത്തെ സൈന്യാധിപനെ വിളിച്ചുകൊണ്ട് അത്താഴം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്, ശരിയായിട്ടുള്ള കാര്യവുമല്ല. പക്ഷേ അതൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് നികുതി വളരെ കുറച്ച് കൊടുക്കുന്നു. നമുക്ക് 50%, അവർക്ക് 18-19% ഒക്കെ ആക്കി ചുരുക്കി കൊടുക്കുന്നു. അവരെ സഹായിക്കുന്നു, പലതരത്തിലും സഹായിക്കും എന്നാണ് പറയുന്നത്. കാരണം പാകിസ്ഥാനിൽ നിന്ന് എണ്ണ കുഴിച്ചെടുക്കാനായിട്ടുള്ള സംവിധാനം അമേരിക്ക ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ ബിസിനസ്സിലേക്ക് പോകാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മളോട് ശത്രുത പുലർത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും അവരോട് മിത്രത പുലർത്തുന്നതായിട്ടുള്ള സമീപനം ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്ക് മനസ്സിലാകാതായിരിക്കും. അതുവരെ ഉണ്ടായിരുന്ന സംഭവങ്ങളിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നിലപാടെടുത്തു. ഇത് കുറച്ച് ദിവസം നമ്മൾ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ചർച്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതിനനുസരിച്ച് മാറി. നമ്മൾ നേരത്തെ ചൈനയെ ഭയങ്കരമായി ചീത്ത വിളിച്ചിരുന്നു. ഇപ്പോൾ ചൈനയെ ചീത്ത വിളിക്കുന്നില്ല, ചീത്ത വിളിക്കേണ്ടതല്ല എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ
ഈ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഏത് രീതിയിലും മാറിത്തീരാം. ഇന്നത്തെ മിത്രം, നാളത്തെ ശത്രു, ഇന്നത്തെ ശത്രു, നാളത്തെ മിത്രം, എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.